കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചത്തെ നമ്മുടെ വചന ധ്യാനത്തിനു വേണ്ടി യെശയ്യാവ് 46:4 ചിന്തിക്കാം. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, നിങ്ങളെ നരയ്ക്കുവോളം ഞാൻ ചുമക്കും. ഞാൻ അത് ചെയ്തിരിക്കുന്നു. ഞാൻ ഇനി വഹിക്കുകയും ഞാൻ നിങ്ങളെ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. നമ്മുടെ വാർദ്ധക്യം വരെ ദൈവം അനന്യനാണ്. നമ്മളുടെ നര വരെ ദൈവം നമ്മളെ ചുമക്കും. ഞാൻ നിങ്ങളെ ഉണ്ടാക്കി, ഞാൻ തന്നെ നിങ്ങളെ വഹിക്കും. ഞാൻ നിങ്ങളെ ചുമന്ന് രക്ഷിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലൂടെ നമ്മെ ചുമന്നുകൊണ്ടു പോകുന്ന ദൈവമില്ലായിരുന്നുവെങ്കിൽ നാം എവിടെയായിത്തീർന്നേനെ. നമ്മെ താങ്ങി നിർത്തുകയും നമ്മുടെ എതിർപ്പുകൾക്ക് നമ്മെ പരാജയപ്പെടുത്തുവാൻ അനുവദിക്കാതിരിക്കുകയും ഉത്കണ്ഠ നമ്മുടെ ഹൃദയത്തിൽ വേരൂന്നാൻ അനുവദിക്കാതിരിക്കുകയും സംശയങ്ങൾ നമ്മുടെ സ്വപ്നങ്ങളിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ വിശ്വസ്തനായ ദൈവം, നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മെ ചുമക്കുന്നതിൽ സന്തോഷിക്കുന്നു. ദൈവം നമ്മെ ചുമക്കാൻ നാം ഒരിക്കലും പ്രായമാകുന്നില്ല. ഒരു രോഗത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇതിൽ നിന്ന് എനിക്ക് കരകയറാൻ കഴിയുമോ എന്ന് നിങ്ങൾ ശങ്കിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നഷ്ടം നമ്മളെ തളർത്തുമ്പോൾ, ജോലി സ്ഥലത്ത് ആളുകൾ നമ്മളോട് അന്യായമായി പെരുമാറുമ്പോൾ, നാം നിരാശപ്പെട്ടു പോകുമ്പോൾ, ദൈവം നമ്മളെ ചുമക്കുന്നു എന്നതിന് നാം നന്ദി പറയുവാൻ തുടങ്ങുക. ഇപ്പോൾ നമുക്കെതിരെ പല കാര്യങ്ങളും വന്നേക്കാം. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് മനസ്സിലാകാതിരിക്കുന്നേക്കാം. നമ്മുടെ വിഷമത്തിലും കയ്പിലും കൂടെ ആയിരിക്കാം നാം ജീവിക്കുന്നത്. എന്നാൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ കാര്യവും ദൈവം അറിയുന്നു. നമ്മുടെ പോരാട്ടവും ഏകാന്തതയുടെ രാത്രികളുടെ ചിന്തകളും അന്യായമായ സാഹചര്യങ്ങളും എല്ലാം ദൈവം നമ്മളോട് പറയുന്നു, ഞാൻ നിങ്ങളെ ചുമക്കും. നിന്നെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. നീ എൻ്റെ കൈവെള്ളയിലാണ്. നിങ്ങൾ ഇതുവരെ അനുവദിച്ചിട്ടില്ലാത്തതായ ഒരു ശക്തി നമ്മൾ അനുഭവിക്കാൻ പോകുന്നു. സമ്മർദ്ദമുണ്ടാകുന്നിടത്ത് നമുക്ക് സമാധാനം ലഭിക്കും. നമുക്ക് സ്വയം സാധ്യമാകാൻ കഴിയാത്ത കാര്യങ്ങൾ പോലും സംഭവിക്കത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഈ ചിന്തയോടനുബന്ധമായി നമുക്ക് ദൈവത്തോടൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഓരോ പ്രയാസങ്ങളിലും ആവശ്യമായ കൃപ നൽകുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നതിനായി നന്ദി. എൻ്റെ ജീവിതകാലം മുഴുവനും എന്നെ ചുമക്കുന്നതിന് നന്ദി. എന്നെ സൃഷ്ടിച്ചതിനും എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കാര്യം കരുതുന്നതിനും എനിക്ക് അങ്ങയോട് നന്ദിയുണ്ട്. എനിക്കെതിരെ വരുന്ന ഒന്നും എന്നെ കീഴടക്കാൻ കഴിയില്ലെന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഞാൻ അങ്ങയുടെ കൈവെള്ളയിൽ സുരക്ഷിതനായി വിശ്രമിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.